കോടി രൂപ. അത്തരത്തിൽ ബദൽ പദ്ധതികൾ കേരളത്തിന്റെ തകർന്നു പോയ സാമ്പത്തിക രംഗത്തെ എടുത്തുയർത്തുന്നതിനും ഇവിടെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമുള്ള കൃത്യമായ പദ്ധതി ഇതിനു മുമ്പ് അതൊന്നും ചെയ്തിരുന്നില്ല ശ്രീ വിനോദ്. ചോദ്യം. എനിക്ക് ഇടതുപക്ഷ പ്രതിനിധിയോടാണ് ചോദ്യം ചോദിക്കാനുള്ളത്. ഞാനൊരു KSRTC ജീവനക്കാരനാണ്. ഞാനൊരു KSRTC ജീവനക്കാരനാണ്. 10 വർഷം മുന്നേ ചോദിക്കട്ടെ. 10 വർഷം മുന്നേ പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന മൗന വാഗ്ദാനം ഞങ്ങൾക്ക് തന്നിരുന്നു. പിണറായി സർക്കാർ തന്നിരുന്നു. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ എന്ന് പറഞ്ഞിരുന്നു. പടി കടത്തുമെന്ന് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാമെന്ന് പറഞ്ഞിരുന്നു. അത് പറഞ്ഞ് അധികാരത്തിലേറിയ സർക്കാർ ആദ്യം ചെയ്തത് ഉമ്മൻചാണ്ടി സർക്കാർ ഞങ്ങൾക്ക് അവസാന കാലത്ത് അനുവദിച്ചു തന്ന DA മരവിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പക്ഷെ അത് ജിയോ ഓർഡർ ഇറക്കിയത് കൊണ്ട് മാത്രമാണ് മരവിപ്പിക്കാൻ കഴിയാതിരുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ചു തന്ന ആ ശമ്പളത്തിൻ്റെ ബലത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത്. കാരണം അതിനുശേഷം 10 വർഷമായിട്ട് ഞങ്ങൾക്ക് സാലറി ഇപ്പോൾ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. നേരത്തെ ഒക്കെ ഒന്നാം തീയതി കിട്ടുന്ന സാലറി 28-ാം തീയതി വരെ കിട്ടിയ ചരിത്രമുണ്ട്. കാരണം ഈ മാസം 1-ാം തീയതി കിട്ടേണ്ട സാലറി 28-ാം തീയതി വരെ കിട്ടിയ. കാരണം ഞങ്ങൾക്ക് അനുഭവിച്ചതാ ഞങ്ങളാണ്. കാരണം 1% DA പോലും ഇല്ലാതെ ഈ 10 വർഷം ഞങ്ങൾ ജീവിച്ചു. ബേസിക് സാലറി മാത്രമാണ് KSRTC ജീവനക്കാരുണ്ടായത്. ഇവിടുത്തെ ജനങ്ങൾക്കൊന്നും ഇതൊന്നും അറിയില്ല. DA ബാക്കി എല്ലാ സർക്കാർ ജീവനക്കാർ വാരിക്കോരി കൊടുക്കുമ്പോൾ KSRTC ജീവനക്കാർക്ക് 1% പോലും DA ഇല്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസമാണ് 2 ഗഡു 7% DA ഞങ്ങൾക്ക് അനുവദിച്ചു തന്നത്. അത് 2600 രൂപ ആണ് ഞങ്ങളെ സാലറിയിൽ കൂടുന്നത്. പിന്നെ ഈ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക എന്ന് പറഞ്ഞ് അധികാരം കയറിയ സർക്കാർ ആദ്യം ചെയ്തത് തോമസ് ഐസക് സാറിൻ്റെ കൂട്ടുകാരനായ ബംഗാളിൽ നിന്ന് സുശീൽ ഖന്ന എന്നൊരു സാമ്പത്തിക വിദഗ്ധനെ കൊണ്ടുവന്ന് ഇവിടെ ഞങ്ങളെ ഡ്യൂട്ടി 1/2 1 മെക്കാനിക്കൽ ഡ്യൂട്ടി പറയാൻ രക്ഷയില്ല. അവർ രാവിലെ ഡ്യൂട്ടി ഇറങ്ങിയ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഡ്യൂട്ടിക്ക് വന്നാൽ അവർ. ഞാനൊരു കണ്ടക്ടറാണ്. എൻ്റെ ഡ്യൂട്ടി പറഞ്ഞാൽ 1.5 ഡ്യൂട്ടി 1 ഡ്യൂട്ടി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് വന്ന് നാളെ പിന്നെയും കയറി അങ്ങനെ ഒന്ന് ശരീരം ക്ഷീണിക്കുകയാണ്. ഞങ്ങളെ കൂടെയുള്ള അധികം ആൾക്കാരും ആത്മഹത്യയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു ഈ 10 വർഷത്തിനുള്ളിൽ. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഇനിയും ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ഞങ്ങൾക്കുള്ള ഈ 1.5 ഡ്യൂട്ടി 1 ഡ്യൂട്ടി ഇതൊക്കെ മാറ്റി നല്ല രീതിയിൽ KSRTCയുടെ പിന്നെ ഈ പങ്കാളിത്ത പെൻഷനും ഒഴിവാക്കാൻ, നിങ്ങൾ വാഗ്ദാനം തന്ന പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കാനും ബാക്കിയുള്ള നമ്മളെ ഗഡു അതായത് DA അനുവദിച്ചു തരുവാനും നടപടി സ്വീകരിക്കുവാൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യം. ഓക്കെ ശ്രീ ഗിരീഷ് മറുപടി. അവസാനം പറഞ്ഞ ചോദ്യത്തിന് തൊഴിലാളികളോടൊപ്പം തന്നെയാണ് ഈ സർക്കാർ. 2 നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതെ അവരുടെ കൂടെ തന്നെ അവരുടെ കൂടെ തന്നെ സുശീൽ ഖന്ന കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ അതാണ്. അതിലേക്ക് വരട്ടെ 2016 KSRTC സമ്പൂർണ്ണമായി അടച്ചതാണല്ലോ. ആര്യാടൻ മുഹമ്മദിന്റെ റീൽസ് ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ അന്നത്തെ പ്രസംഗം, ഒരു ദിവസം പോലും വണ്ടി ഓട്ടാൻ വേണ്ടി കഴിയില്ല, എല്ലാ ഡിപ്പോകളും അടച്ചുപൂട്ടേണ്ട സ്ഥിതിയാണ് എന്ന് പറയുന്നിടത്തു നിന്നാണ് KSRTCയെ പ്രവർത്തന ലാഭത്തിലേക്ക് ഘട്ടമായി കൊണ്ടുവന്നത്. അതിൽ ജീവനക്കാർ നന്നായി ത്യാഗം സഹിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സുഹൃത്ത് ഉൾപ്പെടെ വലിയ നിലയിലേക്ക് ഈ പറയുന്ന ത്യാഗമെല്ലാം സഹിച്ചിട്ടാണ് ഈ നിലയിലേക്ക് അത് എത്തിച്ചത്. സർക്കാർ സഹായിച്ചു. 2 കേരളത്തിൽ ആര്യാടെ പറഞ്ഞ റീൽസ് തരാം. രണ്ടാമത്തെ കാര്യം, ഈ നിലയിൽ UDFന്റെ കാലത്ത് പൊളിപ്പിച്ച KSRTCയിലാണ് ഇപ്പം ഞങ്ങൾ സൗജന്യം നൽകുമെന്ന് പറഞ്ഞ് അതിനെ വീണ്ടും ഇല്ലാതാക്കാൻ ശ്രമിക്കണം. അതുകൂടി ജീവനക്കാർ ഓർത്തോളണം കേട്ടോ. 3-ാമത്തെ കാര്യം, പങ്കാളിത്ത പെൻഷൻ ഉൾപ്പെടെയുള്ള ഇവിടെ പറഞ്ഞല്ലോ, ജീവനക്കാരുടെ DA ജീവനക്കാരുടെ എന്തെല്ലാമൊക്കെയോ ആനുകൂല്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. എല്ലാം ഇല്ലാതാക്കിയത് ആരാ? സ്ഥിരം സംവിധാനം, ഇവിടുത്തെ പെൻഷൻ സമ്പ്രദായം, ജീവനക്കാർക്കുണ്ടായിരുന്ന പെൻഷൻ സമ്പ്രദായം ഇല്ലാതാക്കിയത് ആരാ? പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവന്ന ആരാ കൊണ്ടുവന്നത്? UDF കൊണ്ടുവന്ന, ഉമ്മൻചാണ്ടിയുടെയും ആന്റണിയുടെയും കാലത്ത് കൊണ്ടുവന്ന, നശിപ്പിച്ചതാ. അവിടെ പങ്കാളിത്ത പെൻഷന്റെ ഭാഗമായി പണമടച്ച പണം തിരിച്ചു കിട്ടാത്ത അവസ്ഥ വരുന്ന ഘട്ടത്തിൽ നിയമപരമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ജീവനക്കാർക്കും KSRTC പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഉൾപ്പെടെ പുതിയ പെൻഷൻ പദ്ധതിയെക്കുറിച്ച്
സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതും അതുമായി മുന്നോട്ട് പോകുന്നു. ഓക്കെ ഓക്കെ. ശമ്പളം കിട്ടാഞ്ഞിട്ട് പ്ലക്കാർഡ് കഴുത്ത് കെട്ടി തൂക്കിയ കണ്ടക്ടറെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓർമ്മല്ലേ? ശമ്പളം ഇപ്പൊ 1 മാസമായി 2 മാസമായിട്ട് കിട്ടും എന്ന് പറഞ്ഞത് വലിയ അഭിമാനത്തോട് പറയാം. കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് ആ പാവങ്ങൾ കഴുത്തിൽ പ്ലക്കാർഡ് കെട്ടി തൂക്കി സഹായിക്കണമെന്ന് ഈ ബസ്സിലൊക്കെ പിച്ചക്കാർ യാചിക്കുന്നവരെ യാചിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ 2016 മുമ്പല്ല, ഈ ഭരണത്തിലാണ്. ഈ ഭരണത്തിലാണ് സസ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഈ ഭരണത്തിലാണ് കണ്ടക്ടറെ കെട്ടി തൂക്കിയിട്ട് പോയത്. ശരി ശരി. ചോദ്യമുണ്ടോ? ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. എഴുന്നേറ്റ് ചോദിക്കേ. ചുമ്മാ ബഹളം വെക്കാതെ പ്ലീസ്. ആ ചോദിക്കേ. ചോദ്യമുണ്ടോ? കേരളത്തിന്റെ വിലക്കയറ്റം 1000 രൂപ പെൻഷൻ കൊടുത്തിട്ട് കാര്യമില്ല. 2000 മാസത്തിൽ എത്ര വിലക്കയറ്റവും ഭൂമി നികുതിയും കെട്ടിട നികുതിയും എത്ര വിലക്കയറ്റങ്ങൾ ഉണ്ട്. പെട്രോളിന് എത്ര വിലക്കയറ്റം ഉണ്ട്. 56 റുപ്യുള്ള പെട്രോളിന് ഇന്ന് 110 രൂപയും ഇന്ന് കെട്ടിടത്തിന് 400 ചില്ല റുപ്യുള്ള 600 ചില്ല സ്ക്വയർ ഫീറ്റ് ഉള്ളത് ഭൂമി നികുതി ഇന്ന് 12,000 ചില്ല റുപ്യ ഉള്ളതും. ഇത് ആര് കീഴിൽ നിന്നിട്ടാ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം തന്നെയാണ്. അതെ അതെ, ശരിയാണ്. ഓക്കെ. അതുകൊണ്ട് തീർന്നില്ല. ജീവിതം നടന്നത് ഒരു ജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. ഒരു പാവപ്പെട്ട ഒരു ജീവിതം എങ്ങനെ ഇവരിങ്ങനെ ചെയ്തു കഴിഞ്ഞാല് എങ്ങനെ ഈ വിലക്കയറ്റത്തിലൂടെ ഒരു സ്വയം നമ്മുടെ രാജ്യത്തിലുള്ള ഈ സമ്പത്ത് തീരെഴുതി കൊടുത്തിട്ട് ഓക്കെ. അവസാന ചോദ്യം. ചേട്ടാ ഇങ്ങനെ പറയാം. അനിൽജി ഒരു പാവപ്പെട്ടവന്റെ ശബ്ദമാണത്. എന്താണ് കേരളത്തിലെ അവസ്ഥ? അദ്ദേഹത്തിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. എന്താണ് കേരളത്തിലെ അവസ്ഥ?